ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വണ്ണിൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ റെയ്ഡ് നടത്തി. നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയ റെയ്ഡിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന വാർത്ത പുറത്ത്. ചാനലിലെ 300-ലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ട് സർക്കാർ നിയന്ത്രിത ഫണ്ടിലേക്ക് മീഡിയ വൺ അടച്ചില്ല. മാത്രമല്ല, കോടികളുടെ വെട്ടിപ്പാണ് നടന്നത്. ചാനലിലെ 300-ലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് അടയ്ക്കാനായി നിശ്ചിത തുക മാസാമാസം പിടിക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുത്ത തുക മീഡിയ വൺ പ്രൊവിഡന്റ് ഫണ്ടിൽ അടയ്ക്കാതെ പണം വകമാറ്റി എന്നതാണ് വരുന്ന വിവരങ്ങൾ. മുൻപ് മലയാളത്തിലെ മറ്റൊരു ചാനലും സമാനമായ തട്ടിപ്പ് നടത്തി ജീവനക്കാരെ ചതിച്ചിരുന്നു. ഫലത്തിൽ ജീവനക്കാർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് അർഹമായ അവർ ജോലി ചെയ്തുണ്ടാക്കിയ പണം തിരികെ നൽകാതെ ചാനൽ മാനേജ്മെന്റുകൾ പോക്കറ്റിലാക്കുകയാണ്. നാടകവും നീതിയും ന്യായവും സർവരുടെയും കുറ്റം കണ്ടെത്തി ഇല്ലാ കഥകൾ വരെ പ്രചരിപ്പിക്കുന്ന പല മാധ്യമങ്ങളും അവരുടെ സ്ഥാപനത്തിൽ വലിയ അഴിമതിയും നികുതി വെട്ടിപ്പും വരെ നടത്തുന്നു എന്നത് പരസ്യമായ രഹസ്യം തന്നെ. ഇപ്പോൾ മീഡിയ വണ്ണിലെ റെയ്ഡ് വിവരങ്ങൾ വന്നതോടെ മാധ്യമപ്രവർത്തകരിൽ അങ്കലാപ്പും അസ്വസ്ഥതയും തുടങ്ങി. ഇതിനിടെ മീഡിയ വണ്ണിലെ ക്രമക്കേട് ചോർന്ന് കേന്ദ്രമന്ത്രിക്കടക്കം പരാതി പോയിരുന്നു. സുരേഷ് ഗോപി ഉൾപ്പെടെ ചില മിന്നൽ നീക്കം നടത്തിയതായും പറയുന്നു. അഴിമതി നടന്നവർക്കെതിരെ നടപടിക്ക് സുരേഷ് ഗോപിയുടെ കർശന നിർദ്ദേശം മിന്നൽ വേഗത്തിലെത്തി എന്നാണ് അറിയുന്നത്. എന്തായാലും കോടികളുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. തൊഴിലുടമയും ജീവനക്കാരും സ്വമേധയാ നിക്ഷേപിക്കുന്ന ദീർഘകാല സമ്പാദ്യമാണ് പ്രൊവിഡന്റ് ഫണ്ട്. ജീവനക്കാർ വിരമിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സമാശ്വാസമാണ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് തട്ടിപ്പ് ഗൗരവതരമായ ക്രിമിനൽ കുറ്റമാണ്. ചാനലിൽ 6000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ശമ്പളം വാങ്ങുന്നവരുണ്ട്. ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക വകമാറ്റി ചിലവഴിച്ച് മീഡിയ വൺ വഞ്ചനാത്മകമായ സമീപനമാണ് നടത്തിയിരിക്കുന്നത്. 2019 മാധ്യമം ദിനപത്രത്തിലെ സാമ്പത്തിക അഴിമതിയും ധൂർത്തും പുറത്തുകൊണ്ടുവന്ന മുൻ ഷുറ അംഗവും മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററുമായ സി ദാവൂദിന്റെ ജ്യേഷ്ഠനുമായ ഖാലിദ് മൂസ നദ്വിയെ ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കിയിരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 68,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് ചാനൽ അവകാശപ്പെടുന്നു. ചാനൽ തുടങ്ങി 10 വർഷമായിട്ടും ആർക്കും ചാനലിന്റെ സാമ്പത്തിക നേട്ടത്തിന്റെ വിഹിതം നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ചാനൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നത്. പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും. എല്ലാ കാര്യത്തിലും ഇസ്ലാമിക ചിട്ടകൾ അനുസരിക്കുന്ന മീഡിയ വൺ ജീവനക്കാരുടെ പണം അടയ്ക്കാതെ ഇരുന്നത് കടുത്ത നിയമലംഘനമാണ്. മറ്റുള്ളവരുടെ പണം എടുക്കുകയോ അനുമതിയില്ലാതെ കൈവശപ്പെടുത്തുകയോ ചെയ്യുന്നത് ഇസ്ലാമിക നിയമമനുസരിച്ചും ഗുരുതരമായ അള്ളാഹുവിനെതിരായ തെറ്റുകളുമാണ്. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോഴും പണത്തിന്റെ കണക്കുകൾ വരുമ്പോഴും ദൈവം പറഞ്ഞത് വിഴുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തകളിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.